നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഇന്നലെ രണ്ടാമതും നമ്മുടെ വീണ വിജയനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഏകദേശം ഒരു 8-9 മണിക്കൂറാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഇന്നലെ വീണ ഹാജരായപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂർ അത്രത്തോളം വീണയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. വീണ്ടും കുറച്ചുകൂടെ തെളിവുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും വീണയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന വിവരം. അതായത് ഇനിയിപ്പോൾ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഇഡി ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി കാലയളവിൽ പിണറായി വിജയൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇഡിക്ക് ലഭിച്ചു എന്നുള്ള ചില സൂചനകൾ കൂടി പല മാധ്യമങ്ങളിലൂടെ ഇന്നൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഇനി വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം കടക്കാനുള്ള സാധ്യത ഇവിടെ തെളിയുകയാണ്. തീർച്ചയായിട്ടും. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് വീണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വീണ പൂവേ എന്നുള്ള കുമാരനാശാൻ്റെ ആ കാവ്യമാണ് ഓർമ്മ വരുന്നത്. എന്തായാലും സാധാരണ രീതി നമ്മൾ കാണാറുണ്ടല്ലോ കൃഷ്ണേന്ദു സ്കൂളിലേക്ക് ആദ്യം നമ്മുടെ കുട്ടികളെ, കൃഷ്ണേന്ദു കുട്ടികളെ അയക്കാറായിട്ടില്ല, കുട്ടികളെ അയച്ചു കഴിയുമ്പോൾ ആദ്യം ഭയങ്കര മടിയായിരിക്കും. ആദ്യത്തെ ദിവസം കരച്ചിൽ എൻ്റെ അമ്മ നാളെ പോയിക്കോളാം എന്ന് പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തെ ദിവസം ആയി കഴിയുമ്പോൾ അവർ തന്നെ ഓടിപ്പോകും എന്ന് പറയുന്ന പോലെ ഇഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 29-ാം തീയതി എന്നാൽ മതി എന്ന്. അത് ഞാൻ ഇപ്പോഴേ വന്നേക്കാമെന്ന് പറഞ്ഞ് ഉത്സാഹപരിധിയായിട്ട് വീണ തന്നെ പോയതാണ് ഇൻ അഡ്വാൻസ് ആയിട്ട്. പക്ഷേ അവിടെ കൊണ്ടും അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീണ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ മാധ്യമങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ വരും, ആരായിരിക്കും കൂടെ വരിക, അങ്ങനെയുള്ളത്. പക്ഷെ ഇത്തവണ അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമായി. അതെ, അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കമായി പോയി. തന്നെയല്ല, ഈ വീണ വന്നത് കറുത്ത കാറില്ല അന്ന്. ഈ പ്രാവശ്യം ഈ കറുത്ത കാർ ഇപ്പോൾ ഇഡിയുടെ നോട്ടത്തിലാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. പണ്ട് ഈ കറുത്ത നമ്മുടെ മാസ്ക് വരെ നമ്മുടെ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ പോലീസിൻ്റെയും EP ജയരാജൻ്റെയും നോട്ടത്തിലായിരുന്നു. കാരണം EP ജയരാജനാണെന്ന് ചോദിച്ചത് കറുത്ത മാസ്ക് ഇട്ടുകൊണ്ട് വന്ന് ഇവന് വേറെ ഏതെങ്കിലും കളറിലുള്ള മാസ്ക് ഇട്ടാൽ എന്ന് പറയുന്ന പോലുള്ള സ്വാതന്ത്ര്യമായിരുന്നു. ഫാഷിസ്റ്റ് മനോഭാവമല്ല എന്താന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വീണ വന്നത്, ഈ പ്രാവശ്യത്തെ ഞാൻ കണ്ടില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വീണ വന്നത് കറുത്ത മാസ്ക് ഇട്ടുകൊണ്ടായിരുന്നു വന്നത്. ഇപ്പോൾ ഇവിടെ നടന്ന ചോദ്യങ്ങളൊന്നും കൺക്ലൂസീവ് ആയിട്ടില്ലെന്നുള്ളതാണ്. അന്ന് 5 മണിക്കൂറാണെങ്കിൽ ഈ പ്രാവശ്യം 8 മണിക്കൂറുള്ളതല്ലേ ചോദ്യം ചെയ്തത്. പക്ഷേ ഉത്തരം ഇതുവരെ ആയിട്ടില്ല. ചോദ്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഞങ്ങൾ വിളിക്കും എന്ന് പറഞ്ഞൊരു അറിയിപ്പുമായിട്ട് വിട്ടിരിക്കുന്നത്. ഇനി അന്നേരവും ഉത്സാഹപരിതയായിട്ട് വീണ പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വീണയുടെ ലോക്കറുകൾ എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു സ്വകാര്യ ബാങ്കിൽ, ന്യൂജൻ ബാങ്കിൽ വെച്ചിരിക്കുന്ന ലോക്കറുകളിൽ വരെ പരിശോധന നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളെല്ലാം ഇപ്പോൾ ഇഡിയുടെ കയ്യിലുണ്ട്. ഇനി കള്ളം പറഞ്ഞൊന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അറിയാൻ വയ്യ, ഞാൻ ഓർക്കുന്നില്ല, ഇങ്ങനെയുള്ളത് ഉത്തരങ്ങളല്ല. അത് മനഃപൂർവ്വം പറയുന്ന സ്റ്റോക്ക് റിപ്ലേസ് നമ്മൾ പറയും. ആ റിപ്ലേസ് കൊണ്ടൊന്നും രക്ഷയില്ല. കാരണം എവിഡൻസ്, ദിസ് ഈസ് ദി എവിഡൻസ്, ഇതെങ്ങനെ വന്നു എന്നറിയാൻ വയ്യാന്നൊരു ചെറുപ്പക്കാരി, പ്രായമായവർക്ക് ചിലപ്പോൾ മേധാക്ഷയം ഉണ്ടായിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്നിരിക്കുക. ഈ ചെറുപ്രായത്തിലെ അങ്ങനെയുള്ള ഓർമ്മ അല്ലെങ്കിൽ സെലക്റ്റീവ് അമ്നീഷ്യ അതൊന്നും വരാൻ സാധ്യമല്ല. കാരണം ഇത്രയും കോടി രൂപയുടെയും ഒക്കെ സ്വത്തുക്കളൊക്കെ അങ്ങനെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉത്തരം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, ആ മൊഴി തന്നെ രേഖപ്പെടുത്തുക. പെടുത്തിയാലും പെടുത്തിയില്ലെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറസ്റ്റ് നടക്കാം. നിയമപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ടല്ല ഉത്തരങ്ങൾ നൽകുന്നത് എന്ന് ബോധ്യമായാൽ, കൺവിൻസ്ഡ് ആവണം, അതിന് സബ്സ്റ്റൻസ് ഉണ്ടാവണം, അത് ജസ്റ്റിഫൈ ചെയ്യണം. ആണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇനി ഉത്തരങ്ങൾ നൽകിയാലോ? ഉത്തരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അത് മണി ലോണ്ടറിങ് നടന്നെന്നുള്ളതിൻ്റെ സ്പഷ്ടവും വ്യക്തവുമായിട്ടുള്ള തെളിവായിട്ട് മാറും. അപ്പോഴും അറസ്റ്റ് ചെയ്യാം. നെയ്തർ വേ, ഒരു catch-22 സിറ്റുവേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയും. അപ്പോൾ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അറസ്റ്റ് നടക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണയും 2 പ്രാവശ്യം ഇഡിയുടെ ഓഫീസ് കൊച്ചിയിൽ ഹാജരായപ്പോൾ അവിടെ ഒന്നും തന്നെ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടില്ല. അതൊരു ആശ്വാസം. എന്തായാലും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇവിടുത്തെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടുണ്ടാവും, പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എത്ര എണ്ണമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് കൃത്യമായിട്ട് അറിയാലോ. അപ്പോൾ ഇത്തവണ ഇന്നലെയും നമുക്ക് എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ കാണാൻ സാധിച്ചില്ല. രക്ഷാപ്രവർത്തനം നടത്താൻ കാരണം വക്കീൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കേസെന്ന് പറയുന്നത് മാക്സിമം 3 വർഷത്തെ തടവേ കിട്ടുകയുള്ളൂ.
ഉള്ളൂ മണി ലോണ്ടറിങ് കേസിൽ. അതിൽ കൂടുതലുള്ള കേസൊന്നും ഉണ്ടാവാൻ വഴിയില്ല, അത്ര രാജ്യവിരുദ്ധ കേസൊന്നുമല്ല എന്നതുകൊണ്ട് അത് നമുക്ക് എങ്ങനെയെങ്കിലും ജാമ്യമൊക്കെ എടുത്തുകൊണ്ടും നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താവുന്ന ഒരു ആശ്വാസ വാക്ക് കിട്ടിക്കാണും. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു മകൾ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സുഖാഡംബര ജീവിതം തന്നെ ആയിരിക്കും. കൊടിസിനുമൊക്കെ ജീവിച്ചതിനേക്കാളും സുഖമായിട്ട് തന്നെ താമസിക്കാൻ സൗകര്യവും കാണും. അങ്ങനെ ഒരു ആശ്വാസം കിട്ടിയത് കൊണ്ടായിരിക്കും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് ഈ കുട്ടിക്ക്, ഞാനിപ്പോഴും കുട്ടിയെന്നേ പറയും, വീണയ്ക്ക് അവരെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത്. വീണ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു കുട്ടിയാണ്, അവരൊരു ബലിയാടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ചുറ്റും നിന്ന് ആരൊക്കെയോ രാഷ്ട്രീയക്കാർ ഉന്നതമായിട്ടുള്ള പാർലമെൻ്ററി വ്യാമോഹങ്ങളും അതുപോലെ ധനമോഹങ്ങളുമുള്ള ആൾക്കാരെല്ലാം കളിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടുപോയതാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഈ കുട്ടി ഒരു ഇന്നസെൻ്റ് ആണെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും ഞാനങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുക. കാരണം ഇത്രയും ഒരു കാപഢ്യവും കൗടില്യവും ഒക്കെ സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവാറില്ല, അപൂർവമായിട്ടേ ഉണ്ടാവാറ്, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, അച്ഛൻ്റെ മകളാണെന്നുള്ളൊരു അഹങ്കാരം ചിലപ്പോൾ ഉണ്ടായിക്കാണും. അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു അച്ഛൻ്റെ പ്രായം ഉള്ള ഒരാളെന്നുള്ള നിലയും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനപ്പുറം എന്തെങ്കിലുമുള്ള കുഴപ്പങ്ങൾ ഉണ്ടായി കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ പണം വാങ്ങിച്ചത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടിയിരുന്ന ശക്തി എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ശ്രീ അച്യുതമേനോനെ ഇവർ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ചേലാട്ട് അച്യുതമേനോന് നിൻ്റെ അമ്മയുടെ വോട്ടും ഞങ്ങൾക്കാ എന്ന് പറയുന്ന ആൾ അധികാരത്തിലിരുന്നതാണ് മുഖ്യമന്ത്രിയായിട്ട്. അന്ന് ആ മകനെ അച്ഛനോട് അപേക്ഷിച്ചു, എനിക്ക് മോസ്കോയിൽ, അന്ന് റഷ്യ എന്ന് പറഞ്ഞാൽ അച്യുതമേനോൻ്റെയും CPIയുടെയും അടുത്ത വളരെ വേണ്ടപ്പെട്ട ഒരു രാജ്യമാണ്. സോവിയറ്റ് ലാൻഡ് അവാർഡ് അതുപോലുള്ള അവാർഡുകളൊക്കെ കൊടുത്ത രാജ്യം, വളരെ ബഹുമാനിച്ചിരുന്നു റഷ്യയുടെ ഭരണകൂടം വരെ അച്യുതമേനോനെ. ആ അച്യുതമേനോനെ ഒരു സീറ്റ് മോസ്കോയിൽ സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിക്കാൻ വിസമ്മതിച്ചു. എൻ്റെ കെയർ ഓഫിൽ നീ അവിടെ അഡ്മിഷൻ വാങ്ങിക്കണ്ട, അതാരും ചെയ്യുന്ന അഴിമതിയൊന്നുമല്ല, ഒരു കേസും വരാനില്ല. എന്നിട്ടും അത് വേണ്ട, നിൻ്റെ കെയർ ഓഫിൽ വാങ്ങിച്ചാൽ മതി. എന്നിട്ട് അദ്ദേഹം സ്വന്തം നിലയിൽ തന്നെ മെഡിസിന് പഠിക്കുകയും ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ നല്ല പേരുകേട്ട ഒരു ഡോക്ടറായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ആളായിട്ട് രാഷ്ട്രീയത്തിലില്ല, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്, അതാണ് ശരിയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്നതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു വഴിവിട്ടുള്ളൊരു പോക്ക്, അല്ലാതെ പണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുമ്പോൾ തിരുത്തേണ്ട ഒരു ശക്തിയായിട്ട് മാതൃകയാകേണ്ട മുഖ്യമന്ത്രി അതങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വന്തമായിട്ടും 200 കോടിയോളം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഈ 200 കോടിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിഹിതമായിട്ട് എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ CMRL നടത്തുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കരിമണൽ, നമ്മുടെ രാജ്യത്ത് കരിമണൽ കൊള്ള ചെയ്തിട്ട് അതിൽ നിന്നുള്ള തോറിയം ഉപയോഗിച്ചുകൊണ്ട് യുറാനിയം ആക്കാനുള്ള സമ്പുഷ്ടീകരണം നടത്താൻ പറ്റും. ആണവശക്തിക്ക് അത് ഉപയോഗിക്കുക. അതൊക്കെയാണ് മിസൈലിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനെതിരെ വന്ന മിസൈലിലും ചിലപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ, അതായത് നമ്മുടെ തോട്ടപ്പള്ളി മുതൽ ആലപ്പാട് വരെയുള്ള സ്ഥലത്തെ മണൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അപ്പോൾ എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എൻ്റെ കയ്യിൽ തീർക്കുവാനൊരു വിലങ്ങ് തീർത്തു എന്ന് പറയുന്നത് പോലെ തന്നെ ആ മണൽ ഉപയോഗിച്ചുള്ള, ആ മണലിൽ നിന്നുള്ള അപൂർവ ധാതു ഉപയോഗിച്ചുകൊണ്ടുള്ള വസ്തു ഉപയോഗിച്ച് നമുക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്നതിലേക്ക് വരെ ഇത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നേതാവിൻ്റെ ആഴത്തിലുള്ളൊരു പതനത്തിലേക്കാണ് ഈ കേസ് ചിലപ്പോൾ ചെന്നെത്തുക. അതാണ് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്നതും മതിപ്പിക്കുന്നതും. എല്ലാ രാഷ്ട്രീയക്കാർക്കും 200 കോടി രൂപ വെച്ച് കൊടുക്കാൻ പണമുണ്ടാവണമെങ്കിൽ സാധാരണഗതിയിലുള്ള മണൽ കച്ചവടത്തിലൂടെ ഇത്രയും കിട്ടുമോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു വലിയ തോതിലുള്ള കള്ളത്തരവ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാനേ പറ്റൂ. ഷോൺ ജോർജ് കേസ് കൊടുത്ത ആൾ പറയുന്നത് അദ്ദേഹം BJPക്കാരനാണ്. നമ്മളപ്പോൾ അതൊരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെ കണ്ടാൽ മതി. വിദേശ ബാങ്കുകളിലും അക്കൗണ്ടുകളുണ്ട് വീണയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലാഭം, അതിനേക്കാൾ വലിയ ലാഭം കൊള്ള ചെയ്ത ഒരാളിൽ നിന്ന് മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കർത്ത എന്തായാലും സംശയത്തിൻ്റെ നിഴലിലാണ്. ശരിയായിട്ട് ഇതിൻ്റെ ഒരു വിശദീകരണം ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ഉത്തരം തരേണ്ടത് EDയാണ്. അത് വീണ്ടും വൈകുന്ന ലക്ഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെളിവുകളൊന്നും ജനങ്ങൾക്ക് മുമ്പാകെ അവർ പത്രസമ്മേളനം വിളിച്ച് അറിയിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു ദുരൂഹതയുടെ നിഴൽ, ഒരു നിഗൂഢതയുടെ നിഴൽ തന്നെ ഇതിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ചോദ്യം ചെയ്തിട്ടും തീരാത്ത തരത്തിലുള്ള കുരുക്കുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും SFIO അവരുടെ മുഴുവൻ തെളിവുകളും കൈമാറിയിരിക്കുകയാണ് EDക്ക്. EDക്ക് ഇതറിയാം, പിന്നെ മുകളിൽ ദൈവത്തിനും, പിന്നെ ഇത് ചെയ്ത ആളുകൾക്കും. പിണറായി വിജയനും ഒരു വീണയ്ക്ക് അറിയാമെന്ന് സംശയമാണ്. CMRL കർത്തായിക്കും
കരിമണൽ കർത്തായിക്കും ഈ കാര്യങ്ങൾ അറിയാം. പക്ഷേ അവരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റാത്ത ഒരവസ്ഥയും ആകുമ്പോൾ ഇതാണ് കേരളീയൻ്റെ ഒരവസ്ഥ ഇപ്പോൾ. ഏതായാലും ഈ ഒരു 2 ഘട്ടം ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയും കൂടുതൽ തെളിവുകളുമായിട്ടായിരിക്കും ഇനി അടുത്ത ഘട്ടങ്ങളൊക്കെ തന്നെ നടക്കുക. ഇത് ഒന്നും ഈ പറഞ്ഞ പോലെ ഇവിടം കൊണ്ട് അവസാനിക്കാനും പോകുന്നില്ല. ED ഇത് വിടാനും പോകുന്നില്ല. പിന്നെ വേറൊരു വാദം CPM-കാരും പാർട്ടിയെ നശിപ്പിക്കാൻ, പിണറായി വിജയനെതിരെ പാർട്ടിയെ നശിപ്പിക്കുക. ഈ BJP-യുടെ മുമ്പിൽ നിങ്ങളൊരു കുന്തവും അല്ലെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് തോൽപ്പിക്കാൻ നോക്കിയിട്ടും 290 സീറ്റ് നേടിയ BJP-ക്ക് കേരളത്തിൽ ഒരു 30 സീറ്റ് പോലും നേടാൻ കഴിയാത്ത, കേരളത്തിൽ മാത്രമേ ഉള്ളൂ താനും, വേറെ എങ്ങും ഇല്ലാത്ത കേരളം എന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. അവിടെ കേരളത്തിൽ കിട്ടിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ കിട്ടിയില്ലെങ്കിലും ഇന്ത്യയിൽ ഭരണത്തിൽ വരാൻ അവർക്ക് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു ഭീഷണിയേ അല്ല, ഒരു വെല്ലുവിളിയുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, അവർക്കതില്ല. കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നുണ്ട്, അത് അവർ ചെയ്യുന്നുമുണ്ട്. വേറെ ചില പാർട്ടികളെയും അവർക്ക് ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കണമെന്നുണ്ട്. CPM-ൻ്റെ ഒരാൾ പോലും MLA ആയിട്ടോ MP ആയിട്ടോ BJP-യിലേക്ക് പോകുന്നുള്ള വിശ്വാസം അവർക്കുമില്ല. അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് അവർക്ക് വിശ്വാസവുമില്ല. കാരണം പാർട്ടി അയാളെ പിന്നെ കാണില്ല, അയാളുടെ തല കാണുകയില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ തകർക്കാനാണെന്നുള്ള വാദമൊക്കെ വളരെ വളരെ ദുർബലമാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിലും ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും വീണയെ ചോദ്യം ചെയ്യാനായിട്ട് ED വിളിപ്പിക്കുന്നതോ അതോ വീണ അങ്ങോട്ട് പോകുന്നതോ എന്താണെന്ന് നോക്കാം. ഏതായാലും ഇനിയും ഈ പറഞ്ഞ പോലെ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം കടുപ്പിക്കാനുള്ള EDയുടെ ഒരു നീക്കവും ഇനി വരും ദിവസങ്ങളിൽ നമുക്കൊരു പക്ഷേ കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതൊരിക്കും നമസ്കാരം. അതുകൊണ്ട് കല്ലുകൊണ്ടും അതുപോലെ തന്നെ സിമെൻറ്റ് കട്ട കൊണ്ടും എറിഞ്ഞാലൊന്നും ED പോകത്തില്ലെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നല്ല കാര്യം തന്നെ.